ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു വിഴിഞ്ഞം സ്റ്റൈല് ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇതുപോലെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒന്ന് ആഴത്തിൽ നല്ലപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. പേസ്റ്റാക്കി എടുക്കേണ്ട, ചതച്ചെടുത്താൽ മതി. അതൊരു 2 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് റെസ്റ്റായി കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിയുള്ളൊരു ചിക്കനാണ്. അപ്പം ഈ 2 സൈഡും കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മളിതിൻ്റെ ബാലൻസ് ആ ഒരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മസാലയില്ലേ, ആ മസാലയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ മസാലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അത് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.